സ്കൂളിലെ HM എന്തോ ആയിരുന്നു, എനിക്ക് ഓർമ്മ വരുന്നില്ല. ആ അമ്മയുടെ അവിടെ വീട്ടിലൊരു പാമ്പ് വന്നു, വീടിൻ്റെ മുന്നിൽ മതിൽ പാമ്പ് വന്നു. ഞാനത് പോയി മതിൽ പൊളിച്ചു. ഏകദേശം എനിക്കൊന്നൊരു ക്ഷീണിച്ച് വേർത്ത് ഇരുന്നു. അപ്പോൾ ഞാൻ എനിക്ക് കുടിക്കാൻ വെള്ളം തരാം. അപ്പോൾ കുടിക്കാൻ മക്കളെ ഇപ്പോൾ കൊണ്ടോ കുടിക്കാനല്ല. അവർ വീട്ടിൻ്റെ പുറകിടെ പോയി വീട്ടിലെ പുറത്ത് ഉപയോഗിക്കുന്ന ബാത്റൂമിൽ നിന്ന് ബക്കറ്റിൽ കിടന്ന മഗ് എടുത്ത് കഴുകി അതിലെനിക്ക് കുടിക്കാൻ വെള്ളം കിട്ടുന്നത്. അത് വ്യക്തമായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പോൾ എൻ്റെ അവിടെ ജോലിക്കാരുണ്ട്. അപ്പോൾ ചേട്ടാ കുടിക്കല്ലേ, അത് ബാത്റൂമിൽ ഉപയോഗിക്കുന്ന വെള്ളം കുപ്പി മഗ്ഗാണെന്ന്. ഞാൻ പിന്നെ കുടിച്ചില്ല, കളഞ്ഞു. കുടിക്കാൻ ഇത്തിരി വെള്ളം ചോദിച്ചപ്പോൾ ബാത്റൂമിലെ മഗ്ഗിൽ വെള്ളം കൊണ്ട് കൊടുത്തു. അത് ജോലിക്കാർ പറഞ്ഞിട്ട് അറിയുകയും ചെയ്തു. അത് കുടിച്ചില്ല. ആഹാരം കഴിക്കാതെയാണ് അവിടെ പാമ്പിനെ പിടിക്കാൻ വന്നത്. അപ്പോൾ പെട്ടെന്ന് ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി, തലകറക്കം അങ്ങനെയൊക്കെ ഉണ്ടായപ്പോഴത്തേക്കാണ് കുടിക്കാൻ ഇത്തിരി വെള്ളം ചോദിച്ചത്. നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അമ്മയാണെന്ന് പറയുന്നുണ്ട്. പ്രിൻസിപ്പളാണ്, സ്കൂളിലെ പ്രിൻസിപ്പളോ അധ്യാപികയോ എന്തോ ആണ്. അപ്പം അത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളിൽ നിന്നാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളത്. ഞാനൊരു 10-12 വർഷം കൊണ്ട് ഞാൻ എൻ്റെ തിരുവോണം ഉണ്ണുന്നത് എൻ്റെ അമ്മയോടും അപ്പനോടൊന്നുമല്ല. തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന ഒരു അനാഥ മന്ദിരത്തിലാണ്. അറിയപ്പെടുന്നത് വെച്ചാൽ അതിൻ്റെ തൊട്ടടുത്ത് പ്രമാദം ഒരു ക്ഷേത്രമുള്ളൂ, ആറ്റുകാൽ ക്ഷേത്രമാണ്. സത്യം പറഞ്ഞാൽ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് തൊഴാൻ പോകുന്ന ഭക്തജനങ്ങൾ അമ്മയ്ക്ക് 10,000-കണക്കിന് രൂപയും സ്വർണ്ണമൊക്കെ കൊണ്ട് കാണിക്കേടാൻ പോകുമ്പോഴത്തേക്ക് ആ പോകുന്ന വഴിക്കുള്ള അനാഥ മന്ദിരമാണ് ആനന്ദ നിലയം. അവിടെ കുറേ കഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അവരെയൊന്നും മൈൻഡ് ചെയ്യാതെ അവർ ദൈവത്തിന് കൊടുത്തിട്ട് എന്താ നേടാൻ പോകുന്നതാണ് ഞാൻ ചിന്തിക്കുന്നത്. പാവപ്പെട്ട 10 പേർക്ക് ആരെങ്കിലും ഇവിടെ കൊടുത്തിരുന്നെങ്കിൽ അത്രയും പുണ്യമൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. അത് സത്യമാണ്. നമ്മുടെ മുന്നിലുള്ള വിശന്ന് വലഞ്ഞു നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ കാണത്തില്ല. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തായിരിക്കും ആഹാരം കഴിക്കാതെ കിടക്കുന്ന വീട്, അല്ലെങ്കിൽ ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്ന വീട്, രോഗികളായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മളതൊന്നും ഗൗനിക്കത്തില്ല. നമ്മൾ അങ്ങ് അകലെയുള്ള അമ്പലത്തിൽ അല്ലെങ്കിൽ അങ്ങ് അകലെയുള്ള പള്ളികളിൽ പോകും. എന്തിനാണ്? ദൈവത്തെ കാണാൻ. ദൈവം നമ്മുടെ അടുത്ത് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ദൈവത്തെ കാണാതെ അങ്ങ് ദൂരെ പോവുകയാണ് ദൈവത്തെ കാണാനായിട്ട്. അപ്പോൾ ബാബാ സുരേഷിൻ്റെ ഒരു അനുഭവമാണ് ഈ പറയുന്നത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേട്ടപ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ സുരേഷ് ഗോപി സാറില്ലേ, അപ്പം ഒരുപാട് സ്റ്റേജുകൾ ഒരുപാട് സ്ഥലത്ത് അദ്ദേഹം വരുമ്പോഴത്തേക്കും കണ്ടിട്ടുണ്ട്. ഇരിക്കുന്ന ഒരു കസേരയിൽ തുടച്ചിട്ട് അല്ലെങ്കിൽ തുണി ഇട്ടിരിക്കുന്ന അവസ്ഥ അത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ആരെങ്കിലും കയ്യിൽ പിടിച്ചാൽ പെട്ടെന്ന് തന്നെ സാനിറ്റൈസർ ഇട്ട് കൈ കഴുകുന്നു, കൈ തുടയ്ക്കുന്നു, അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. അടുത്ത് നിൽക്കുന്നവരെ പെട്ടെന്ന് തട്ടി മാറ്റുന്നു. കുറച്ച് നാൾ മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു, സദ്യ കഴിക്കുന്ന ഒരു സമയത്ത് ഒരാൾ പപ്പടം കൊണ്ട് കൊടുക്കുകയാണ്. പപ്പടം എന്തായാലും കൈ കൊണ്ട് ഇങ്ങനെ എടുത്താണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ ആ പപ്പടത്തെ പിടിച്ച ഭാഗം ഒടിച്ച് കളയുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ മനുഷ്യർക്കൊക്കെ ഇങ്ങനെ തരം താണാൻ പറ്റുമോ? ഈ താഴ്ന്നവരെന്നോ വലിയവരെന്നോ ഒന്നും ഇല്ല, നമ്മളെല്ലാവരും മനുഷ്യരാണ്. അപ്പോൾ ഇപ്പോഴും ഉണ്ട്, നമ്മുടെ ഇടയിൽ തന്നെ ഒരുപാട് പേരുണ്ട് ഇങ്ങനെ മനുഷ്യരെ വേർതിരിച്ച് കാണുന്നത്. താഴ്ന്ന കുലജാതര് അല്ലെങ്കിൽ ഉന്നത കുലജാതര് എന്നൊക്കെ തിരിച്ച് കാണുന്ന ആൾക്കാർ ഇപ്പോഴും നമുക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെയൊക്കെ വീട്ടിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ, ഒരു വഴിപോക്കനായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ജോലിക്ക് വരുന്ന ഒരാളായിക്കോട്ടെ, ഒരാൾ വെള്ളം ചോദിക്കുമ്പോൾ നമ്മൾ ബാത്റൂമിൽ വെച്ചിരിക്കുന്ന മഗ് എടുത്തിട്ടാണോ അവർക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കുന്നത്? അത്രയ്ക്കും തരം താഴ്ന്നു പോയോ? എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്നാണ് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവുന്നത്. വളരെ മോശമാണ്, വളരെ കഷ്ടമാണ്. ഒരു നിമിഷം മതി ഇതെല്ലാം ഇല്ലാതാവാൻ. നമ്മുടെ വീട്ടിൽ നമ്മുടെ അടുക്കളയിലുള്ള ഒരു ഗ്ലാസ്സിൽ നിന്നും ആ വ്യക്തിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വരുന്ന ഒരാൾക്ക് വെള്ളം കൊടുത്തത് കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ താഴ്ന്ന കുലജാതനും ഉന്നത കുലജാതനും ഒക്കെ എല്ലാവരുടെയും സിരകളിൽ ഓടുന്നത് ഒരേ രക്തമാണ്. ആദ്യം മാറേണ്ടത് നമ്മളാണ്. നമ്മളുടെ ഉള്ളിലെ ഇങ്ങനെയുള്ള ചിന്താഗതികളാണ്. അന്യ മതസ്ഥർ, അന്യജാതിക്കാർ, അല്ലെങ്കിൽ ഉന്നത കുലജാതിക്കാർ, താഴ്ന്ന ജാതിക്കാർ, അയ്യേ തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ എന്നൊക്കെയുള്ള ഒരു ഭാവം ഉണ്ടല്ലോ, അതാണ് നമ്മൾ ആദ്യം മാറ്റേണ്ടത്. ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു അപകടം പറ്റിയാൽ ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും അവിടെ ഇല്ല. ഏതൊരാളാണോ നമ്മളെ കോരിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് അവരാണ് നമ്മുടെ ഏറ്റവും വലിയ രക്ഷക അല്ലെങ്കിൽ രക്ഷകൻ. അല്ലാതെ അവിടെ ജാതിയോ മതമോ ഒന്നുമില്ല. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഈ ആളുകൾ ഈ രീതിയിലൊക്കെ കാണിച്ചു കൂട്ടുകയും ഇങ്ങനെ കിടന്ന് തമ്മി തല്ലുകയും ചെയ്യുന്നത്. സാക്ഷരതയിൽ മുൻപന്തിയിലുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്നാണല്ലോ പറയുന്നത്. അപ്പം അങ്ങനെ പറയുന്ന ഒരു കേരളത്തിലും ഇങ്ങനെയുള്ള ആൾക്കാർ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതാണ് മഹാകഷ്ടം.